ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അന്നേരം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രിസൺ എസ്കേപ്പ് ആണ്. അന്നേരം നമ്മുടെ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നീതിമാനാണ്. നമ്മളെ ആണെങ്കിൽ പോലീസ് ഏതോ ഒരു കള്ളക്കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളം വേറെ ഒരാളാണ്, പക്ഷെ പോലീസ് നമ്മളെ പിടിച്ചു. അന്നേരം നമുക്ക് എങ്ങനെയും ഈ പ്രിസണിലാണ് ഇപ്പോൾ നമ്മളന്നേരം നമുക്ക് എങ്ങനെയും പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവണം. കാരണം കള്ളം വേറെ ഒരാളാണ്, പോലീസ് പക്ഷെ നമ്മളെ അറിയാതെ പിടിച്ചു. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും എസ്കേപ്പ് ചെയ്യണം. ഇത് ഒറ്റ എപ്പിസോഡല്ല, ഇതിൻ്റെ പ്ലേലിസ്റ്റും കാണുമായിരിക്കാം. അന്നേരം വീഡിയോ കാണുന്നല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് പിക്കപ്പ് ദ ലെറ്റർ ഫ്രം ദ ബെഡ് എന്നാണ്. നമുക്കത് എടുക്കാം. There is an abandoned subway tunnel underneath the prison. All you have to do to escape is dig through it. MBV. ഓക്കെ. അന്നേരം നമ്മുടെ ഈ കാർപ്പറ്റിൻ്റെ അടിയിലൊരു സ്ഥലമുണ്ട്. ഇത് കുഴിച്ചു എന്തോ ഒരു സബ്വേ എന്തോ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നേരം എന്നിട്ട് നമുക്ക് എന്തോ റോൾ ദ കാർപ്പറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഓ, നമ്മുടെ ഇവിടെ ഫുൾ സെറ്റപ്പാണ്. ഇത് മണിയുടെ അത് നമ്മൾ ഇവിടെ ഈ പ്രിസണിൽ നമ്മൾ എസ്കേപ്പ് ചെയ്യണം. അന്നേരം നമ്മുടെ ഏതോ ഒരു MB എന്ന് പറഞ്ഞ ഏതോ ഒരു ഫ്രണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കാം. അന്നേരം നമ്മുടെ കസാര തിരിച്ചിവിടെ വെക്കാം. നമ്മളിവിടെ കുഴിക്കണം. ഈ സ്പൂൺ വെച്ച് കുഴിക്കാൻ പറ്റുമോ? ഓ, അന്നേരം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ സാധനങ്ങൾ കുഴിക്കാൻ നേരത്ത് കിട്ടും. അന്നേരം നമ്മൾ ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യണം. ഞങ്ങൾ ഈ ഗെയിം ഇച്ചിരി ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇങ്ങനെ ഒരാൾ കളിക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തുനിന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഈ കുഴിക്കാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറേ സാധനങ്ങൾ കിട്ടും. അതിൽ ഈ സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഒരു ഗാർഡ് വരും. ഈ ഗാർഡിന് വിൽക്കണം. എന്നിട്ട് ഈ ഗാർഡാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ടോയ്ലറ്റ് പേപ്പർ വരും. അതിൽ ഈ ടോയ്ലറ്റ് പേപ്പർ നമുക്ക് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ജയിൽവാസികളുണ്ട്, അവർക്കിത് കൊടുക്കണം, ഈ ടോയ്ലറ്റ് പേപ്പർ. എന്നിട്ട് ഈ ടോയ്ലറ്റ് പേപ്പർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിന് പകരമായിട്ട് ഷവല് തരും, ഫുഡ് തരും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തരും അവർ. അതാണ് കാര്യം. അന്നേരം ഈ നമ്മുടെ ഇതില്ലേ ലിവർ എന്തു പറയുന്നത്, അൺറോൾഡ് കാർപ്പറ്റ്. അന്നേരം ഈ ഗാർഡാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ 30 സെക്കൻഡ് കഴിഞ്ഞ് എപ്പോഴും നമ്മുടെ അടുത്തോട്ട് വരും. അന്നേരം നമുക്ക് ഇത് പെട്ടെന്ന് 30 സെക്കൻഡിനുള്ളിൽ നമുക്കിതെപ്പോഴും ചെയ്യണം. അത് നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം ഇവിടെ വെക്കണം. എന്നിട്ട് ഹൈഡ് ദ ടൂൾ ചെയ്യണം. പിന്നെ ഈ സാധനം കണ്ടോ, ഈ മണ്ണൊന്നും ഇവിടെ വെക്കാൻ പാടില്ല. ഈ മണ്ണെല്ലാം നമ്മുടെ ഈ ടോയ്ലറ്റിലോട്ടിട്ട് ഫ്ലഷ് അടിക്കുക. അതായത് ടോയ്ലറ്റ് സൂപ്പർ യൂസാണ്. അന്നേരം ഇത് നമ്മൾ പെട്ടെന്നായിട്ടൊന്നും ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ഗാർഡ് വരും. അന്നേരം നമുക്കിത് ഗാർഡ്. അന്നേരം നമുക്ക് ഗാർഡിനെ വിളിക്കാം. പിന്നെ ഈ ഗാർഡിന് ഈ സാധനങ്ങളെല്ലാം നമുക്ക് വിൽക്കാം. ഇതാണ് സുഖമല്ലേ. സെൽ ദ ഐറ്റംസ്. 19 ടോയ്ലറ്റ് പേപ്പറാണ്. നിങ്ങൾക്ക് ഇത് അഗ്രി ചെയ്യാം. നമുക്ക് ടോയ്ലറ്റ് പേപ്പർ ഇവർ തരും. ടോയ്ലറ്റ് പേപ്പർ എടുക്കണം. 30 സെക്കൻഡ് എൻ്റെ വരും. അന്നേരം എന്തായാലും പോയി നമുക്ക് സൈഡ് ടൈമർ ഉണ്ട്. അന്നേരം നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഇവർ ജോലിയൊന്നുമല്ല, ഇവിടെ ഷവല്, ഫുഡ്, ഇത് നമുക്ക് എനർജി വേണം. നമുക്ക് സൈഡിൽ ഒരു ടൈമറുണ്ട്. ഗാർഡ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബെല്ലടിക്കുന്നത്. പക്ഷേ ഇനിയും 10 സെക്കൻഡ് ഉണ്ടെന്ന് നമുക്ക് ഗാർഡ് വരുന്നവരെ കാത്തിരിക്കാം. കാരണം ഗാർഡ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ ഈ ഇപ്പം നമ്മൾ കുറേ കുഴിച്ചെന്ന് വിചാരിച്ചോ, പിന്നെ ഗാർഡ് വന്നിട്ട് എന്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പിടിച്ചു കഴിഞ്ഞാൽ ഗാർഡ് നമ്മുടെ കുഴിയെല്ലാം അടയ്ക്കും. കുഴി അടയ്ക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടൂൾ എവിടെ പോയി, ഇതിൻ്റെ അടിയിലല്ലേ. നമുക്ക് കുഴിക്കാൻ തുടങ്ങാം. നമുക്ക് എല്ലായിടത്തും കുഴിക്കണം. ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങാം. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാം.
ഓക്കെ അതിനാണ് 1 മിനിറ്റ് ഉണ്ട്. ചിലപ്പോഴൊക്കെ ഈ ടൈം മാറും, അതെന്തോന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഗാർഡ് വരാനടുത്ത് മറ്റേ ഗാർഡ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ് മറ്റേ ഒരു മണി അടിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഗാർഡ് കാണാൻ പാടില്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ ടൂളും കയ്യിലുണ്ടാകാൻ പാടില്ല, ഒന്നും കയ്യിലുണ്ടാകാൻ പാടില്ല. നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യണം. ഇപ്പോൾ ലോ എനർജി ആയി, ഇനിയിപ്പോൾ എനർജി തീർന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അത് നമുക്ക് ഈ കിട്ടിയ സാധനമെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യണം. കളക്ട്. നമുക്കൊരു എക്സ്പെൻസീവ് വാച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നൊരു ബൈനാക്കുലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാട് വരും. നമ്മുടെ മണ്ണൊന്നും കളഞ്ഞിട്ടില്ല, അത് വെച്ചില്ലേ, വെച്ചായിരുന്നു. ഈ മണ്ണും നമുക്ക് എടുക്കണം, മണ്ണും എടുത്ത് നമുക്ക് കളയണം, ഫ്ലഷ് ചെയ്യണം, കളക്ട് ചെയ്യുക, എൻ്റെ അകത്തോട്ട് ഇടുക. അയ്യോ കാട് വരുന്നു. നമ്മുടെ കയ്യിലൊന്നുമില്ല, റോഡ് കാർപ്പറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ ഗാർഡ് വരട്ടെ. പെട്ടെന്ന് വാ ഗാർഡേ, നീ ഗാർഡ് വാ. നമ്മുടെ ഗാർഡ് കണ്ടിട്ടുണ്ട്. ഒരു വോയിസും ഇല്ല ആറ്. അത് ചെറുതായിട്ട് ഇവിടെ ആൾക്കാർക്ക് ഈ പുഷപ്പ് എടുക്കുന്നതിൻ്റെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇച്ചിരി നെഗോഷിയേറ്റ് ചെയ്യാം. 32 എടുക്കാം. തന്ന് ഇതൊക്കെ കളക്ട് ചെയ്യാം നമ്മുടെ 12 പേപ്പറും. ഓക്കെ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. 30 സെക്കൻഡ് പിന്നെ വരുമല്ലോ. പിന്നെന്താ, നമ്മളിവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഫ്രണ്ട്സ് എന്നാലും നമുക്കിനി കുഴിക്കാൻ പറ്റത്തില്ല, നമ്മളെ എനർജി ഇല്ല. നമ്മുടെ സ്പൂൺ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എടുത്തിട്ടും കാര്യമില്ല. കുഴിക്കാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇവിടെ ടോയ്ലറ്റിൽ എന്തെങ്കിലും കുഴിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു സാധനം പോലും ഇല്ല. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അയാൾ വരും, അതുകൊണ്ട് നമുക്ക് പോലീസുകാർ, അതായത് നമുക്ക് എന്താണെങ്കിലും ഈ സാധനം എൻ്റെ അടിയിൽ വെച്ചേക്കാം. അതുകൊണ്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് ഞാനിപ്പോൾ എന്ത് ചെയ്യുമോ? അതായത് നമ്മുടെ ഗാർഡ് നമുക്ക് ചുമ്മാ ഒരു ടോയ്ലറ്റ് പേപ്പർ വന്ന് ഐ സി യു അഗൈൻ. എന്നിട്ട് നമുക്ക് എന്താണെങ്കിലും ഗാർഡ് പോയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഫുഡ് എടുക്കാം, പെട്ടെന്ന് അതാ ഫുഡ് എടുക്കും. അത്രേ ഉള്ളൂ ബൈ. നമുക്ക് പെട്ടെന്ന് പോയി ജോലി. ഇതെത്രേൻ്റെ? 30-ൻ്റെ ആണ്. എന്നിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. രക്ഷപ്പെട്ട്. നമുക്കവൻ ആ ഷെവല് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഗാർഡ് വന്നു, ഞാൻ പേടിച്ചു പോയി. ആ സാധനം നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല, കയ്യിൽ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്, ഗാർഡ് കാണും. കാട്ടിലേക്ക് അതിനിപ്പോൾ പോയിട്ടുണ്ട് അയാൾ, പോലീസുകാർ. നമുക്ക് പെട്ടെന്ന് കുഴി തുടങ്ങാം. കാരണം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഴിക്കുന്ന സ്പീഡും കൂടും, ആഴവും കൂടും. പെട്ടെന്ന് കുഴി തുടങ്ങാം നമുക്ക്. പിന്നെ ലാസ്റ്റ് നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഇത് പെട്ടെന്ന് കുഴിക്കാം, കാരണം നമ്മുടെ ഈ ഹെൽത്തും പെട്ടെന്ന് കുറയും, അതാണ് പ്രശ്നം. ഇവിടെ സോപ്പും എല്ലാ സാധനങ്ങളും ഉണ്ട്. വലിയൊരു കുഴിയാക്കണം. പെട്ടെന്ന് നമുക്ക് കുഴിക്കണം. കാരണം ഇതിന് നമുക്കിത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് MP എന്ന് പറഞ്ഞാൽ, ആ ഫ്രണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുകയായിരിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഹൈഡ് ചെയ്യുക. എന്താണ് അത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്യാം. മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാം. അതാണ് മണ്ണെടുക്കുക. എന്നാൽ ഇനി വലിയ കുഴിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കളക്ട് ചെയ്യണം. കാരണം പോലീസ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. സാധനങ്ങളൊന്നും എടുക്കും.
ഇനി നമുക്ക് നമ്മുടെ അതേ ഒരു വാച്ചുണ്ട്, അതെടുക്കാം. ഇവിടെ ഒരു ക്യാൻ ഉണ്ട്, അതെടുക്കാം. അയ്യോ ഗ്യാഡ് വരുന്നേ. അയ്യോ ഓടിക്കോ. നമ്മുടെ സാധനങ്ങളെല്ലാം പുട്ട് ചെയ്യാം. ഓ ഗാഡ് ഈസ് കമ്മിങ്. നമ്മൾ രക്ഷപ്പെട്ട്. ഫ്ലഷ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. നമുക്കോട് എന്തുവാ? യു ആർ നോട്ട് അപ് ടു സംതിങ് ആർ യു? അത് നമുക്ക് സെൽ ഐറ്റംസ് 15 ഡിഗ്രി കളക്ട്. ഓക്കെ സാർ. നമുക്ക് സുറിയൽ മേടിക്കാം. പെട്ടെന്ന് ഫുഡ് നമുക്ക് നമ്മുടെ ഫുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം പണി തുടങ്ങി 30 സെക്കൻഡ് കഴിഞ്ഞ് ആള് വരും. ഇപ്പം നമ്മൾ പണി ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 30 സെക്കൻഡേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. കാർഡ്സ് കമ്മിങ്. അതാണ് 30. നമുക്ക് 1 മിനിറ്റും 30 സെക്കൻഡും ഉള്ള സമയത്ത് നമുക്ക് കുഴിക്കാം. പക്ഷേ ഈ 30 സെക്കൻഡ് ഉള്ള സമയത്ത് കുഴിക്കാൻ പാടില്ല. കാരണം പിന്നെ കുഴിച്ച് കഴിഞ്ഞാൽ സമയം ഭയങ്കര കുറവാണ്. ഇച്ചിരി കുഴിക്കണം. പിന്നെ മണ്ണെടുത്ത് കളയാനും സാധനങ്ങളൊക്കെ എടുക്കാനും കുറേ സമയം എടുക്കും. ഇനിയിപ്പോൾ കുഴിക്കുക, ഇനിയിപ്പോൾ പ്രശ്നമില്ല. അതിപ്പോൾ 1 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടൂൾ എടുക്കാനായിട്ട് പണി തുടങ്ങാം. അത് സാധനങ്ങൾ എടുക്കാം, ടൂള് പിന്നെ എടുക്കുക വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാം. ഇത് ഗ്രനേറ്റാണ് ഇവിടെ കിട്ടിയത്. പിന്നെ ഒരു സോപ്പ്, ഇവിടെ എന്തോ ഒരു ക്യാനുണ്ട് ജ്യൂസിൻ്റെ. അത് നമ്മുടെ ഇൻവെൻ്ററി ഫുള്ളായിട്ടുണ്ട്. അതിന് നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാം. പിന്നെ ഇവിടെ ഒരു സോപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്രഞ്ചുണ്ട്. ഇത്ര സാധനങ്ങളുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ അത്ര സാധനങ്ങളുള്ളത്. നമുക്ക് ആ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കാം. നമുക്ക് പെട്ടെന്ന് ഷവലെടുക്കാം. പെട്ടെന്ന് കുഴി തുടങ്ങാം. കാരണം നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ആവേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ അതോ ഒരുവാണ് നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമായി. പെട്ടെന്ന് ഇതുണ്ട് കുഴിയുടെ പ്രശ്നം. ഇതാണ് എന്തെടുക്കാൻ പറ്റാത്ത മുന്നിൻ്റെ കളക്ട്. എടുക്കാൻ പറ്റുന്നില്ല. ഒരു മണ്ണ് കഴിഞ്ഞു. അപ്പോൾ തന്നെ ആക്കണ്ടേ ഉള്ളൂ. പെട്ടെന്ന് അൺറോൾ ചെയ്യോ. പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന പണി അങ്ങനെ പണി കിട്ടിയെന്നാണ്. പെട്ടെന്ന് ഫ്ലഷ് അടി. അത്രേ ഉള്ളൂ. ഗാഡീസ് കമ്മിങ്. പെട്ടെന്ന് ഫ്ലഷ് കളക്ട് ഫ്ലഷ് അടി. ഓക്കെ പുട്ട് ചെയ്യാൻ സാധനങ്ങളെല്ലാം ഇപ്രാവശ്യം നമ്മുടെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സൂപ്പർ ടൈമിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഗാഡി സമയം പേടിയാകുന്നു. കാരണം പെട്ടെന്ന് ഈ ഗാർഡ് വരുന്നുണ്ട്. നമ്മുടെ ഗാർഡ്. എന്താണ്? യു ആർ നോട്ട് അപ് ടു സംതിങ് ആർ യു? ഒന്നുമില്ല സാറേ, ഇതൊക്കെ ഇവിടെ ഇച്ചിരി നെഗോഷിയേറ്റ് ചെയ്യാം. 50 49 അല്ല, നമുക്ക് 50 തന്നെ വെക്കാം. നമ്മൾ ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി ബാർഗെയിനിങ് ആണ്. ഓക്കെ. നമുക്കിവിടെ ടാസ്ക് ഉണ്ട്. ഒരു ബെറ്റർ ബാഗ് മേടിക്കാൻ. നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് ഫുഡ്. നമുക്കിവിടെ എന്താ ഇത് തവിയുണ്ട്. നമുക്കതും മേടിക്കാൻ. എന്താണേലും അങ്ങനെ തവി കാണാം. ഓക്കെ അയ്യോ തവിയും കിട്ടി. ഗാർഡും വരുന്നു. ഇത് ടൂൾ. ഓക്കെ ഇവിടെ നമ്മുടെ ടൂളും കിട്ടിയിട്ടുണ്ട്. പുതിയൊരു തവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഊണിന് ഉപയോഗിക്കുന്ന ഒരു തവി. നമ്മുടെ ഗാർഡ് വരുന്നുണ്ട്. ഗാർഡ് എന്തിനാ എപ്പോഴും വരുന്നതിന് ഇടയ്ക്കിടയ്ക്ക് വന്നതിന് ഓരോ 24 മണിക്കൂർ വന്നുകൊണ്ടിരിക്കും. ശരി ഗാർഡ്, ബൈ. കൺട്രോൾ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന്. കാരണം ഈ ഗാർഡ് എപ്പോഴും വരുന്നുണ്ട്. നമുക്കൊരു കാര്യവും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷേ നമുക്കിത് പെട്ടെന്ന് ഇപ്പം നമ്മുടെ സ്പീഡ് കൂടുന്നുണ്ട്. കാരണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പീഡും പെട്ടെന്ന് കൂടുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കുഴിക്കാൻ പറ്റും. പക്ഷെ അഥവാ പോലീസ് നമ്മൾ കുഴിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടു. നമുക്ക് പെട്ടെന്ന് കുഴിക്കാം.
നമുക്കൊരു ബേസി കട്ടയുണ്ട്. ഇത്രയും കുഴിച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് കുഴിച്ചിട്ടുണ്ട്. ഹെഡ് ടൂൾ നമുക്ക് അടയ്ക്കാം ഇപ്പോൾ തൽക്കാലം, കാരണം അഥവാ പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ പെടും. പെട്ടെന്ന് കളക്ട്. ഫ്ലഷ് അടിച്ച് കയറ്റി, ഫ്ലഷ് അടിച്ച് വിടുക. വാടാ, നമുക്ക് പെട്ടെന്ന് ഫ്ലഷ് ചെയ്യാം. ഈ ഫ്ലഷിലൊന്നും കുടുങ്ങത്തില്ല ഈ മണ്ണ്. ഇത്ര വെള്ളം എങ്ങനെ അവർ കിട്ടുന്നു? അമർത്ത്. ഫ്ലഷ് അടി. ഓക്കെ, കിടക്കാം നമുക്ക്. അതാ നമുക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് രാവിലെ നമ്മുടെ ഫുഡുണ്ട്, പക്ഷെ ആ ഫുഡ് നമുക്ക് ഇപ്പോൾ കഴിക്കണ്ട. ഫുഡ് നമുക്ക് പിന്നെ എനർജി ഇല്ലാത്ത കൊണ്ട് കഴിക്കാം, അതാണ് നല്ലത്. പെട്ടെന്ന് കുഴിയെടുക്കാൻ തുടങ്ങാം. സാധനങ്ങൾ എടുക്കാം. നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ. അങ്ങനെ നമുക്ക് ആ സാധനങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കാം. ഇനി നമുക്ക് പെട്ടെന്നൊരു ഗ്രനേറ്റ് എടുത്തിട്ടുണ്ട്. വേറെന്തോ ഒരു ഓൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ ഐറ്റം. പിന്നെ നമുക്കൊരു താക്കോല് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇൻവെന്ററി ഫുള്ളായി. നമുക്കന്നേരം പെട്ടെന്ന് നമ്മുടെ സാധനങ്ങൾ വെക്കാം. അതെടുത്തു. വേറെന്തോ സാധനം, എന്തോ ബോട്ടാണ് കിട്ടിയത്. ഇവിടെ ലാൻഡ് മൈൻസ് ആണെന്തോ. ലൈറ്റർ ആണ് പിന്നെ വേറൊരു ലൈറ്റർ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമില്ല. നിങ്ങൾക്ക് കയറ് കയറി നോക്കാം. അന്നേരം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം അവിടെ വെക്കാം. ഫ്രണ്ടിൻ്റെ ലെറ്റർ വായിക്കാൻ വന്നുപോയി. ഒന്നൊന്നുമില്ല. എന്നാലും നമുക്ക് ഫ്രണ്ടിൻ്റെ ലെറ്റർ എടുത്ത് പോകാം. How it's going? Have you started digging yet? There is a warehouse in the prison where you will find plenty of useful stuff, but unfortunately it's locked. I will find out who might have the key and get back to you. അതായത് നമുക്കിവിടെ എന്തോ ഒരു വെയർഹൗസ് എന്തോ ഉണ്ട്. ഈ വെയർഹൗസിൻ്റെ അതിൻ്റെ അകത്ത് നമുക്ക് എന്തോ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷേ ആ വെയർഹൗസിൻ്റെ താക്കോൽ അയാളുടെ കയ്യിലില്ല, നമ്മുടെ കൂട്ടുകാരൻ എംപിക്ക്. എന്നാലും നമ്മുടെ കൂട്ടുകാരന് താക്കോൽ കിട്ടിയതിന് ശേഷം അവൻ നമുക്ക് ഇതെല്ലാം ചെയ്തു തരും എന്നാണ് പറയുന്നത്. എന്നാലും നമ്മുടെ ഗാർഡ് ഇപ്പം വരുന്നുണ്ട്. ഗാർഡ് ഈസ് കമ്മിങ് എന്നുള്ള സൈൻ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഗാർഡ് വന്നിട്ടുണ്ട്. ആ ഗാർഡ് എങ്ങനെയാണ്, സുഖമല്ലേ? നമുക്ക് ഐറ്റംസ് എല്ലാം സെല് ചെയ്യാം. കാരണം 57 നമുക്ക് 60 തെറ്റിപ്പോയി. കളക്ട് ചെയ്യാം. ഐ വിൽ സീ. ഓക്കെ ഗാർഡ്, ശരി പൊക്കോ. മോനെ, നിൻ്റെ എന്താ 100? നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? നമ്മുടെ കയ്യിൽ 81 ഉള്ളൂ. അതുകൊണ്ട് ഫുഡ് നമ്മുടെ കയ്യിലുണ്ട്. അന്നേരം നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരും. അന്നേരം നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോവാം. അന്നേരം നമ്മൾ ഔട്ട്രോയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പറായിരുന്നു. അന്നേരം നമ്മളെ കുറേ നമ്മൾ കുഴിച്ചു. അന്നേരം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഏത് ഗെയിം കളിക്കുന്നത് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ.